ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക്കായ കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കോഡ്, എന്താണ് ആർക്ക് എന്നൊക്കെ അല്ലേ. അപ്പോൾ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കോഡ് അല്ലേ. അപ്പോൾ ഈ കോഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിനെ രണ്ട് പാർട്ടാക്കിയിട്ട് നമുക്ക് കിട്ടും. അതായത് ഒരു വലിയൊരു ഭാഗം ഉണ്ടാവും, അതേപോലെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവും, ലാർജർ പാർട്ടും ഉണ്ടാവും, അതേപോലെ ഒരു സ്മോളർ പാർട്ടും ഉണ്ടാവും. ഇനി ഇവിടെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് രണ്ട് തിയറം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ദി ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ലാർജർ പാർട്ട് ടു ദി എൻഡ്സ് ഓഫ് ദ കോഡ് is equal to half the angle got by joining the center of the circle to these ends. ഈ തിയറം കാണുമ്പോൾ തന്നെ പേടിക്കൊന്നും വേണ്ട. തിയറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് എ ഒ ബിൻ്റെ പകുതിയായിരിക്കും വലിയ കോഡ്. ഇപ്പം കോഡ് എന്ന് പറയുന്നത് ഇവിടെ ഫിഗറിൽ നോക്കുക, ഫിഗറിൽ എ ബി ആണ് കോഡ് അല്ലേ. അപ്പോൾ എ ഒ ബി എന്ന് പറയുന്നത് കോഡുമായിട്ടുണ്ടാകുന്ന ആംഗിളാണ്, സെൻട്രൽ ആംഗിൾ, സെൻട്രലിലോട്ട് ഉണ്ടാകുന്ന ആംഗിളാണ് എ ഒ ബി. അതിൻ്റെ പകുതിയായിരിക്കും ഈ വലിയ ഭാഗത്തിലോട്ട് വരുന്ന ആംഗിൾ, അതായത് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇപ്പോൾ എ.സി.ബി എന്നുള്ള ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് വലിയ ആംഗിൾ. അപ്പോൾ അതെന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും. അപ്പോൾ സി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ മേലത്തെ ഭാഗം എന്തായിരിക്കും, വലിയ ആംഗിളിന് എത്രയായിരിക്കും, c/2 ആയിരിക്കും. അതാണ് ഫസ്റ്റ് തിയറം. Second theorem, the angle got by joining any point on smaller part to the end of the chord is half the angle at the center subtracted from 180 degree. അപ്പോൾ ഒന്നുമല്ല, പറഞ്ഞു ചെറിയ ഭാഗത്തിലോട്ടുണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് വലിയ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയിൽ നിന്ന് 180 നിന്ന് പകുതി കുറച്ചതായിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ താഴത്തെ ഭാഗം എത്രയായിരിക്കും, 180 മൈനസ് c/2. ഇപ്പോൾ ഈ കൺസെപ്റ്റ് ഓർത്തു വയ്ക്കുക. സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ വലിയ ഭാഗത്തോട്ട്, കോഡുമായിട്ട് വലിയ ഭാഗത്തോട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, c/2 ആയിരിക്കും, സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഈ താഴത്തെ ഭാഗത്തിലോട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്ന് c/2 കുറച്ചതായിരിക്കും. We can look at the first question. In all pictures given below is the center of the circle and A, B and C are the points on it. Calculate all angles of triangle ABC and triangle OBC in each. എന്താ ചോദ്യം, ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം, ട്രയാങ്കിൾ ഒ ബി സിയിലും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഇവിടെ സർക്കിളിൽ തന്നിട്ടുണ്ട്, ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്, എയും ബിയും സിയും സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുള്ളൂ, നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ആംഗിൾ എ കണ്ടുപിടിക്കണം, ആംഗിൾ ബി കണ്ടുപിടിക്കണം, ആംഗിൾ സി കണ്ടുപിടിക്കണം വലിയ ട്രയാങ്കിളിൽ. ചെറിയ ട്രയാങ്കിളിൽ ആംഗിൾ ഒ കണ്ടുപിടിക്കണം, ആംഗിൾ ബി കണ്ടുപിടിക്കണം, ആംഗിൾ സിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒയും എയും കൂടിയും ജോയിൻ ചെയ്യാം. അപ്പോൾ ഒയും എയും കൂടിയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും OA, OB, OC. ഇത് മൂന്നും എന്തായിരിക്കും, തുല്യമായിരിക്കും. കാരണം സെൻറ്ററിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റേഡിയസ് പറയാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്ന ഏതൊരു ലൈനും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ OA is equal to OB is equal to OC, റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി നാം ഫസ്റ്റ് നിങ്ങൾ ചെറിയൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ OAB, ട്രയാങ്കിൾ OAB എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ OAB എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു OAയും OB എന്തായിരിക്കും, തുല്യമാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് വശവും തുല്യ. അപ്പോൾ രണ്ട് വശവും തുല്യമാണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിൽ എന്ത് ട്രയാങ്കിൾ എന്ന് വിളിക്കുക, ഐസോസിലസ് ട്രയാങ്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ട്രയാങ്കിൾ ഇസ് കോൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, അവയ്ക്ക് എതിരെയുള്ള ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ട്രയാങ്കിൾ OAB എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാൻ പറഞ്ഞു OAയും OBയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ OAക്ക് ഓപ്പോസിറ്റായ ആംഗിളാണ് OBA, OBക്ക് ഓപ്പോസിറ്റായ ആംഗിളാണ് OAB. ഇപ്പോൾ OBA തന്നിട്ടുണ്ട് 20 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ OAB എന്ത് തന്നെയായിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ OAC.
അതിൽ നമുക്ക് പറയാം ഒ എയും ഒ ബിയും എന്താ തുല്യമാണ് അല്ലേ. അപ്പോൾ ഒ എയും ഒ ബിയും തുല്യമാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായ ആംഗിൾസും എന്തായിരിക്കും തുല്യമായിരിക്കും. ഓപ്പോസിറ്റായ ആംഗിൾ ഒ സി എയും അതേപോലെ ആംഗിൾ ഒ എ സിയും 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ എ എന്ന് പറഞ്ഞത് രണ്ട് പാർട്ടാവും. നമ്മൾ ഒ എ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിരിക്കും. അതായത് ഒ എ ബിയും കിട്ടും, അതേപോലെ ഒ എ സി കൂടെയും ജോയിൻ ചെയ്ത ഭാഗമാണ് ആംഗിൾ എ, അതായത് 20യും 30യും. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 20 + 30, ദാറ്റ് ഈസ് 50 ഡിഗ്രി. ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ എ കിട്ടി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എ ബി സി ആണ് സർക്കിളിൻ്റെ കോഡ് അല്ലേ. കോഡ് ഉണ്ടാക്കുന്ന വലിയ ആംഗിളാണ് ഏത് എ. അപ്പോൾ ഈ ആംഗിൾ സി നമ്മൾ ഏതാ കൺസിഡർ ചെയ്യുന്നത്, C/2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. C/2 ആണ് 50. അങ്ങനെയാണെങ്കിൽ ബി ഒ സി എത്രയായിരിക്കും, സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും സി. എത്രേൻ്റെ പകുതിയാണ് 50, 100ൻ്റെ പകുതി. അപ്പോൾ ബി ഒ സി എന്ന് പറയുന്നത് 100 ആയിരിക്കും. നോക്കുക, ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ. ഫിഗർ നോട്ട് നോക്കുക കേട്ടോ. ബി ഇൻറ്റു ആംഗിൾ എ. ഇപ്പോൾ ആംഗിൾ എ നമുക്കറിയാം 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. തേർഡ് കൺസിഡർ ട്രയാങ്കിൾ ബി ഒ സി. തേർഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിലും നമുക്ക് പറയാം ഒ എയും ഒ ബിയും ഒ സിയും തുല്യമാണ്. അവയ്ക്ക് ഓപ്പോസിറ്റായ ആംഗിളാണ് ഒ സി ബിയും അതേപോലെ ഒ ബി സിയും. അതെത്രയെന്ന് അറിയില്ല, പക്ഷെ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ അറിയാം. ആംഗിൾ ഒ അറിയില്ലേ, 100 ഡിഗ്രി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, 180 മൈനസ് 100 ഡിവൈഡഡ് ബൈ 2. 180ന്ന് 100 കുറച്ചാൽ 80, സോ 80/2. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 40 ഡിഗ്രി ആസ് ആംഗിൾ ഒ ബി സി ആസ് വെൽ ആസ് ആംഗിൾ ഒ സി ബി. ഇപ്പോൾ ആംഗിൾ എ കിട്ടി 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും, ഇവിടെ 20 ഉണ്ട് പ്ലസ് ആംഗിൾ ഒ ബി സി 20 + 40 60 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറഞ്ഞത് 30 + 40 70 ഡിഗ്രി. ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. എ ഒ സി തന്നിട്ടുണ്ട് 40 ഡിഗ്രി. സി ഒ ബി തന്നിട്ടുണ്ട് 75 അല്ല കേട്ടോ, 70 ആണ്, ക്ലിയർ ചെയ്യുക, 75 അല്ല 70 ഡിഗ്രി. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം, ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അതേപോലെ ഒയും എയും ബിയും ഒക്കെ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ ഒ എ സി. ഇതിൽ ഒ എയും ഒ സിയും എന്താ തുല്യമാണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായ ആംഗിളാണ് ഇത്, ആംഗിൾ ഒ സി എ ഈക്വൽ ടു ആംഗിൾ ഒ എ സി. അപ്പോൾ അതെന്ന് പറഞ്ഞത് ഒരു ആംഗിൾ അറിയാം 40 ഡിഗ്രിയാണ്. അപ്പോൾ മറ്റ് രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞത് 180 മൈനസ് 40/2. 180 മൈനസ് 40 140. 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 70 ഡിഗ്രി. നെക്സ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ ഒ ബി സി. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അത് 70 ഡിഗ്രിയാണ്. അതിലും ഒ ബിയും ഒ സിയും എന്താ തുല്യമാണ്. അതിന് ഓപ്പോസിറ്റായ ആംഗിളാണ് ആംഗിൾ ഒ സി ബി ഈക്വൽ ആംഗിൾ ഒ ബി സി ഈക്വൽ എത്രയായിരിക്കും, 180 മൈനസ് 70/2. 180നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 110. സോ 110/2 is 55 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ രണ്ടും കിട്ടി. അപ്പം നമുക്ക് പറയാം ആംഗിൾ സി എന്ന് പറഞ്ഞത് എത്രയായിരിക്കും, 55. ആംഗിൾ സി അല്ല സോറി ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 70 + 40. 70 + 40 110 ഡിഗ്രി നമ്മൾ പറഞ്ഞു. അപ്പോൾ സെൻട്രൽ ആംഗിളാണ് 110 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ താഴത്തെ ഭാഗം എന്തായിരിക്കും, 180 മൈനസ് C/2. അപ്പോൾ 180 മൈനസ് C/2. സി എന്ന് പറഞ്ഞതാണ് 110 ഡിഗ്രി. അപ്പോൾ C/2 55. 180ന്ന് 55 കുറയ്ക്കുമ്പോൾ 125 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്ത ആംഗിൾ കണ്ടുപിടിക്കേണ്ടതാ, CBA കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ CAB കണ്ടുപിടിക്കണം. അപ്പോൾ CAB എന്ന് പറഞ്ഞത് എന്തായിരിക്കും, 70ൻ്റെ പകുതി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ 70 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റായ ആംഗിളാണ്, അതായത് പകുതിയാണ് ഇത് ആംഗിൾ CAB. ആംഗിൾ CAB എന്ന് പറഞ്ഞത് 35 ഡിഗ്രി എന്ന് കിട്ടും. അതേപോലെ തന്നെ ആംഗിൾ CBA എന്ന് പറഞ്ഞത് 40ൻ്റെ പകുതി ആയിരിക്കും. ആംഗിൾ CBA 40/2 എന്ന് പറഞ്ഞത് 20 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഫിഗറിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ draw a circle and a chord to divide it into two parts such that the parts are as specified.
പ്രോബ്ലത്തിൽ നിങ്ങളൊരു സർക്കിൾ വരയ്ക്കണം, അതേപോലെ തന്നെ ഒരു കോഡും വരയ്ക്കണം. കോഡ് വരച്ച് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം. പാർട്ട് സ്പെസിഫൈ ചെയ്ത പോലെ തന്നെ. പാർട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഇസ് 80 ഡിഗ്രി. ഒരു ആംഗിളിൽ ഒരു ആംഗിൾ തന്നെ ആയിരിക്കണം, ഒരു ഭാഗം എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സെൻട്രൽ ആംഗിൾ? 80 ഡിഗ്രി ഒരു ആംഗിൾ നമ്മൾ എടുക്കും. പിന്നെ അവിടെ C/2, ഇത് മേലത്തെ ഭാഗം C/2 എടുത്തു 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 160 ഡിഗ്രി. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സെൻറ്റർ ഒ നിന്ന് എന്ത് ചെയ്യുക? 160 ഡിഗ്രി മാർക്ക് ചെയ്യുക. റേഡിയസ് വരയ്ക്കുക, 160 ഡിഗ്രി മാർക്ക് ചെയ്യുക. ജോയിൻ ചെയ്യുക. അതിൻ്റെ മേൽഭാഗം എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദി ആർക്ക് അറ്റ് ദ സെൻറ്റർ ഇസ് 160 ഡിഗ്രി ആൻഡ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ ഓൾട്ടർനേറ്റ് ആർക്കാണ് 80 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഇസ് 110 ഡിഗ്രി. ഒരു പാർട്ട് എന്തായിരിക്കണം? 110 ഡിഗ്രി ആയിരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്വസ്റ്റിൽ C/2 ആണ് 80 ഡിഗ്രി എടുത്തത്. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ താഴത്തെ ഭാഗം എടുക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗം എടുക്കാം, നിങ്ങൾക്ക് ഫിഗർ വരച്ചാൽ മതി. 180 മൈനസ് C/2 എന്ന് പറയുന്നത് 110 ഡിഗ്രി എടുത്തു. അപ്പോൾ 110നെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് മുൻപ്, C/5നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. 110 എന്ന് പറയുന്നത് പ്ലസ് ആണ്, ലെഫ്റ്റിലോട്ട് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് C/2 എന്നാണ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ C/2 ആവും. അപ്പോൾ 180 മൈനസ് 110 70 ഡിഗ്രി ഇസ് ഈക്വൽ ടു C/2. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 ഡിഗ്രി. തേർഡ് വൺ ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ അനദർ. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ പകുതി ആയിരിക്കണം അടുത്തത്, ഒരു ഭാഗത്തിൻ്റെ പകുതി ആയിരിക്കണം ബാക്കി ഭാഗം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു ഭാഗത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് 1:2 എന്ന് എടുത്തു. അപ്പോൾ 2ൻ്റെ പകുതിയാണ് 1. അപ്പോൾ റേഷ്യോ ഞാൻ എടുത്തു 1:2. അങ്ങനെയാണെങ്കിൽ സർക്കിളിന് എറൗണ്ട് ആയിട്ടുണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ 360 ഇൻറ്റു റേഷ്യോ എന്താ? 1:2 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 3. 3 എന്ന് പറയുന്നത് 1 + 2നെ ആഡ് ചെയ്തതാണ്. അപ്പോൾ 360 ഇൻറ്റു 1/3. അപ്പോൾ 120 ഡിഗ്രി എന്ന് കിട്ടും ഒരു ആംഗിൾ. അപ്പോൾ 120 ഡിഗ്രി നമ്മൾ സെൻട്രൽ ആംഗിൾ എടുക്കുകയാണെങ്കിൽ മേലത്തെ ഭാഗം എന്തായിരിക്കും? 60 എന്ന് വരും. അതേപോലത്തെ താഴത്തെ ഭാഗം 120 ഡിഗ്രി എന്ന് വരും. ഇനി ഒരു ആംഗിൾ കൂടിയുണ്ട്. നമുക്ക് ഒന്ന് മറ്റേതിൻ്റെ പകുതി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്തിൻ്റെ പകുതി ആയിരിക്കണം മറ്റേ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 360 ഇൻറ്റു 2/3. 2/3 എന്ന് പറഞ്ഞാൽ 240. അപ്പോൾ നോക്കുക, സെൻട്രൽ ആംഗിളാണ് 120 ഡിഗ്രി. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താ വരിക? 240 ഡിഗ്രി. അപ്പോൾ 240ൻ്റെ പകുതിയല്ലേ 120. സോ ഈ ഫിഗർ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. Hope you understood these 2 questions. We can go to third question. A rod bent into an angle is placed with its corner at the center of the circle, and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle should be within it? അപ്പോൾ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? റോഡ് എന്ന് വെച്ചാൽ അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ബെൻഡ് ചെയ്തിട്ട് ഒരു ആംഗിൾ വെച്ചിട്ടുണ്ട്, ആംഗിളാക്കി വെച്ചിട്ടുണ്ട്. ആംഗിളിൻ്റെ ഭാഗം എന്ന് പറഞ്ഞത് 1/10 ആണ്. അതായത് സർക്കിളിൻ്റെ 1/10 ഭാഗമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ആ റോഡ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ആംഗിൾ എത്രയെന്നാണ് ആദ്യത്തെ ചോദ്യം. അത് ആംഗിൾ എത്രയാണ് അത് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെക്കൻഡ് പാർട്ട്, ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ കോർണർ. പിന്നെ ഈ ബെൻഡ് ചെയ്യാൻ, അതായത് റോഡ് എവിടെ വെച്ചിട്ടുള്ളത്? സർക്കിളിൻ്റെ എൻഡിലാണ്, കോർണറിലാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഭാഗമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ല, സർക്കിളിൻ്റെ ടോട്ടൽ സം എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? അതിൽ 1/10 ഭാഗം എന്തെടുത്തിട്ടുള്ളൂ? ആംഗിൾ വരച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം circle 1/10 part of the perimeter of the circle lies between the arms of the circle. സർക്കിളിൻ്റെ ആം തന്നെയാണ് 1/10 പാർട്ട് ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ആംഗിൾ അതിനെ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 360 ആണ്. അതിൽ 1/10 ഭാഗേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. സോ 360 ഇൻറ്റു 1/10. 360 ഇൻറ്റു 1/0 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 36 ഡിഗ്രി എന്ന് കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 36 ഡിഗ്രി. ഇനി 36 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ സർക്കിളിൻ്റെ പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ സെൻട്രൽ ആംഗിൾ നോക്കുക. ഈ ഫിഗർ നോക്കുക. ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫിഗറിൽ ഞാൻ ഈ സെക്കൻഡ് ഫിഗർ നോക്കുക. സെക്കൻഡ് ഫിഗറിൽ ആ എൻഡിൽ നിന്ന് AC റെപ്രസെൻറ്റ് ചെയ്യുക. സർക്കിളിൻ്റെ സെൻറ്ററാണ് O. ACB എന്ന് തന്നെ സർക്കിളിന്, അതായത് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൽ എന്ത് ചെയ്യുക? ഒരു മാർക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ മേലത്തെ ഭാഗം A എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. രണ്ടാമത്തെ ഫിഗറിലാണ്. ഫിഗർ വരച്ചിട്ടില്ല, മാർക്കും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മേലത്തെ ഭാഗം A എന്ന്, ഇത് ഈ കോർണർ ഭാഗം O എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഈ എൻഡ് B. അപ്പോൾ ആംഗിൾ AOB ആണ് എത്ര? 36 ഡിഗ്രി അല്ലേ? AOB എന്ന് പറഞ്ഞതാണ് 36 ഡിഗ്രി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും എന്ത്? കോർണറിൽ ഉണ്ടാവുന്ന ആംഗിൾ. ഇപ്പോൾ കോഡ് ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ എയും ബിയും ജോയിൻ ചെയ്ത് ഞാൻ കോഡ് വരയ്ക്കുകയാണെങ്കിൽ ഈ O എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? സർക്കിളിലുള്ള പോയിന്റാണ് അല്ലേ? ഇത് വലിയ ഭാഗത്തിലോട്ട് വരുന്ന ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞത് അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? ഇപ്പോൾ സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ACB. ഇപ്പോൾ സെൻട്രലിൽ ഞാൻ മാർക്ക് ചെയ്യാണ് AC ആണ്. എയും ബിയും ഉണ്ട്, നടുക്ക് C ആണ്. സെൻട്രൽ ആംഗിൾ ആണ് ACB. അപ്പോൾ ACB ആണെങ്കിൽ നമ്മൾ പഠിച്ചു സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 2 × 36. അതായത് സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ വലിയ ഭാഗത്തിലോട്ട് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? C/2 ആണ്. ഇപ്പോൾ C/2 ആണ് 36. അങ്ങനെയാണെങ്കിൽ C ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. C എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 × 2. 36 × 2 എന്ന് പറഞ്ഞത് 72 ഡിഗ്രി. ഇനി എത്രയോ പാർട്ട്, ഒരു സർക്കിളിൻ്റെ എത്രയോ പാർട്ടാണ് 72 ഡിഗ്രി അല്ലേ? നിങ്ങൾക്ക് ആ എത്ര പാർട്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയോ പാർട്ട് എന്നുള്ളതിന് ഞാൻ X എടുത്തു. സോ X പാർട്ട് ഓഫ് 360 is 72 ഡിഗ്രി. 360 × X is equal to 72. ഇനിയാണെങ്കിൽ X എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 72 ഡിവൈഡഡ് ബൈ 360. 360 എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ടോട്ടൽ സമ്മാണ്. ഈ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞത് 360 ആണ്, 72 ആണ്. 72 by 360. When you are dividing by 2 you will get 1/5. 2 അല്ല, വീണ്ടും ചെറുതാക്കുക. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് 1/5 എന്ന് കിട്ടും. That is 1/5 part of the second circle is the angle made by the rod. Fourth question. In the picture, O is the center of the circle. A, B, C are points on it. Prove that angle OAC plus angle ABC is equal to 90 degree. ഇവിടെ സർക്കിളിൽ O ആണ് സർക്കിളിൻ്റെ സെൻറ്റർ. ABC എന്ന് പറഞ്ഞ സർക്കിളിലുള്ള പോയിൻ്റാണ്. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞത് ആംഗിൾ OACയും ആംഗിൾ ABCയും, നിങ്ങൾ നോക്കുക കേട്ടോ ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ OACയും ആംഗിൾ ABCയും കൂടി എത്ര കിട്ടണമെന്ന്? 90 ഡിഗ്രി കിട്ടണമെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആംഗിൾ B, ഇതാണ് ഫിഗർ വരച്ചു, നോക്കുക കേട്ടോ. അവിടെ O ഫിഗർ നോക്കി. ഇപ്പോൾ ആംഗിൾ B ഞാൻ എന്തെടുത്തു? X ഡിഗ്രി എന്നെടുത്തു. ആംഗിൾ BX ആണെങ്കിൽ ആംഗിൾ AOC എത്രയായിരിക്കും? 2x ആയിരിക്കും അല്ലേ? 2xൻ്റെ പകുതിയാണ് B എന്ന് വരിക അല്ലേ? അപ്പോൾ B എന്ന് പറയുന്നത് X എടുത്തിട്ടുണ്ടെങ്കിൽ AOC എന്ന് പറയുന്നത് 2x ആയിരിക്കും. ഇനി OAയും OBയും എന്താ? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ വി ക്യാൻ സീ ദാറ്റ് OBC is an isosceles triangle. OAC, triangle OAC is isosceles triangle. കാരണം എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഇനി ഇപ്പോൾ OAC, ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു OAയും OCയും എന്താ? തുല്യമാണ്. OAയും OCയും തുല്യമാണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റായ ആംഗിൾസും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന് ഓപ്പോസിറ്റായ ആംഗിൾ ഏതാ? ആംഗിൾ OAC ആൻഡ് ആംഗിൾ OCA സീക്വൽ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 മൈനസ് നമുക്ക് AOC അറിയില്ലേ? 2x ആണ്. സോ 180 മൈനസ് 2x/2. 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 എന്ന് കിട്ടും. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x. സോ ഈ രണ്ട് ആംഗിൾ എന്താ കിട്ടുക? 90 മൈനസ് x എന്നാണ് കിട്ടുക. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് OAC. ഇപ്പോൾ എക്സും കിട്ടി.
90 മൈനസ് എക്സ് കിട്ടി. ഇനി ഒ എ സി എത്രയാ? എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഒ എ സിയും എ ബി സിയും കൂട്ടിയ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഒ എ സി നമുക്ക് കിട്ടിയത് 90 മൈനസ് എക്സ് ആണ്. അതേപോലെ തന്നെ എ ബി സി നമുക്ക് കിട്ടിയത് എത്രയാണ്? എക്സ് ആണ്. അതായത് എ ബി സി, ബി നമ്മൾ എക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം 90 മൈനസ് എക്സ് പ്ലസ് എക്സ്, എക്സും എക്സും ക്യാൻസൽ ചെയ്യും, യു വിൽ ഗെറ്റ് 90. സോ ഹെൻസ് പ്രൂവ്ഡ് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നുകൂടിയും പറഞ്ഞുതരാം. ആംഗിൾ ബി എക്സ് ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഒ സി എന്തായിരിക്കും? 2x ആയിരിക്കും. ഇനി നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഒ എയും ഒ ബി എസും ഒ സിയും. നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ട്രാങ്കിൾ എ ഒ സി എന്നുള്ള ട്രാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒ എയും ഒ സിയും തുല്യമായതുകൊണ്ട് നമുക്ക് പറയാം എ ഒ സി എന്നുള്ള ട്രാങ്കിൾ എന്ത് ട്രാങ്കിളാണ്? ഐസോസ്ലസ് ട്രാങ്കിളാണ്. ഐസോസ്ലസ് ട്രാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഓപ്പോസിറ്റായ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഒ എ സിയും അതേപോലെ ആംഗിൾ ഒ സി എയും ആണ്. ഒരു ട്രാങ്കിളിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. നമുക്ക് ഒരു ആംഗിൾ അറിയാം 2x എന്ന്. അപ്പോൾ 180 മൈനസ് 2x/2. 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 എന്ന് കിട്ടും. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x എന്ന് കിട്ടും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒ ബി സി നമ്മൾ കണ്ടുപിടിച്ചു, 90 മൈനസ് എക്സ് ആണ്. എ ബി സി അതായത് ബി നമ്മൾ എക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 90 മൈനസ് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ഹെൻസ് പ്രൂവ്ഡ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. In the picture, A, B, C, D are points on the circle centered at O. The lines AC and BD are extended to meet at P. The line AB and BC intersect at Q. Prove that angle which the small arc AB makes at O is the sum of the angles it makes at P and Q. ഇപ്പോൾ ഫിഗറിൽ എയും ബിയും സിയും ഡിയും സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണ്. എ സിയും അതേപോലെ തന്നെ ബി ഡിയും എക്സ് നീട്ടി വരച്ച ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് പി. അതേപോലെ എ ഡിയും അതേപോലെ ബി സിയും രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ക്യൂ. പ്രൂവ് ചെയ്യേണ്ട കാര്യം ചെറിയ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂവിൻ്റെ സമ്മാണ്. ആംഗിൾ ക്യൂവിൻ്റെയും ആംഗിൾ പിൻ്റെയും സമ്മിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഫിഗർ നോക്കുക. ഇതാണ് ഫിഗർ അല്ലേ? അപ്പോൾ ഫിഗർ ഒന്നുകൂടി പറഞ്ഞുതരാം. സർക്കിൾ എന്തായിരുന്നു പറഞ്ഞത്? എയും ബിയും സിയും ഡിയും സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സിയും ഫിഗറിലോട്ട് തന്നെ നോക്കുക കേട്ടോ. എ സിയും ബി ഡിയും പി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എ ഡിയും ബി സിയും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ക്യൂ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ക്യൂ. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്മോൾ ആംഗിൾ ആർക്ക് എ ബി ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ സെൻട്രൽ ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് എ ഒ ബി നമ്മൾ എക്സ് എടുത്തില്ലേ. അപ്പോൾ പിയും ക്യൂവും കൂട്ടിയാൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം? എക്സ് കിട്ടണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ എത്രയെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഞാൻ എന്തെടുത്തു? എക്സ് എന്ന് എടുത്തു. അപ്പോൾ ആ സെൻട്രൽ ആംഗിൾ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വലിയ കോഡ് എ ബി കോഡായിട്ട് വരയ്ക്കുമ്പോൾ വലിയ ഭാഗത്തിലോട്ട് വരുന്ന ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ എ ഒ ബി എക്സ് ആണെങ്കിൽ എ സി ബി എന്തായിരിക്കും? x/2. എ ഡി ബി എന്തായിരിക്കും? എ ഡി ബി എന്തായിരിക്കും? x/2 ആയിരിക്കും. അപ്പോൾ എഴുതി ചെയ്തിട്ടുണ്ട് ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു x/2. ഇനി ക്യൂ സി പി നമുക്കിപ്പോൾ എ സി ബി കിട്ടി ഇല്ലേ? എ സി ബി എന്ന് പറയുന്നത് x/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്യൂ സി പി എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ലൈനിനെ വേറൊരു ലൈൻ യൂസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പെയർ ഓഫ് ആംഗിളിനെ പറയുന്ന പേരാണ് ലീനിയർ പെയർ. അതിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ സി ബി 180 x/2 ആണെങ്കിൽ ക്യൂ സി പി എന്തായിരിക്കും? 180 മൈനസ് x/2. 180 നിന്ന് ആ ആംഗിൾ കുറച്ചതായിരിക്കും. 180 മൈനസ് x/2. അതേപോലെ തന്നെ എ ബി ഡി നിങ്ങൾക്കറിയാം 1x/2 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഡി പി എന്തായിരിക്കും? 180 മൈനസ് x/2.
x/2. അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, കൂട്ടുക. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലാണ് ഇത് QCPD. അപ്പോൾ ഈ രണ്ട് ആംഗിൾ നമുക്കറിയാം, ആ രണ്ട് ആംഗിൾ കൂടിയും കൂട്ടുക. 180 - x/2 പ്ലസ് 180 - x/2 ഈസ് ഈക്വൽ ടു 180 ആഡ് ചെയ്താൽ 360. x/2 ആഡ് ചെയ്താൽ 2x/2 അല്ലേ, അതിന് 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് x എന്ന് കിട്ടും. മൈനസ് ആണ്, സോ മൈനസ് 360 - x. ഇനി ക്വാഡ്രിലാറ്ററലിൽ രണ്ട് ആംഗിളുടെ സമ്മാണ് കണ്ടുപിടിച്ചത് 360 - x ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് മറ്റ് രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ പിയും ആംഗിൾ ക്യൂവാണ്. അപ്പോൾ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക, 360 മൈനസ് ആ രണ്ട് ആംഗിളുടെ സമ്മ് 360 - x. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 360 - 360 മൈനസ് മൈനസ് വന്നാൽ പ്ലസ് x ആയി. സോ 360 360 കുറയ്ക്കുമ്പോൾ x ഡിഗ്രി. അപ്പോൾ നമുക്ക് പിയും ക്യൂവും കൂട്ടി എന്ത് കിട്ടും, x ഡിഗ്രി കിട്ടും. അതന്നെയല്ലേ ആംഗിൾ AOB. സോ ഹെൻസ് പ്രൂവ് ദി ആംഗിൾ ഓഫ് ദ സ്മോൾ ആർക്ക് AB is equal to sum of the angle at P and Q. Hence proved. ഈ 5 ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മെച്ചപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.